And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഒന്ന് പഠിക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ പവേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അല്ലെങ്കിൽ CBDT ആണ്. അപ്പോൾ CBDTയുടെ കാര്യം അത് നോക്കാം. The board is constituted under the Central Board of Revenue Act 1963. It is the highest authority of Income Tax Department. Income Tax Department ഏറ്റവും highest authority ആയിട്ടാണ് CBDT വരുന്നത്. It functions under the Finance Ministry. Finance Ministryയുടെ തൊട്ട് അണ്ടറിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. The members are appointed by the central government. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിലുള്ള മെമ്പേഴ്സ് അതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ബോർഡാണ്, അപ്പോൾ അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ചെയർമാൻ. അതുപോലെ ആ മെമ്പേഴ്സിൽ ഒരാളെ നമ്മൾ ചെയർമാനായിട്ടും അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ പവേഴ്സ് നോക്കാം നമുക്ക്. CBDTയുടെ ഒന്നാമത്തെ, CBDT may make rules for the whole or part of India for carrying out the purpose of the act. അപ്പോൾ ഈ ആക്ട്, നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും CBDT ആണ് അതിൻ്റെ റൂൾസൊക്കെ ഉണ്ടാക്കുന്നത്. അത് ചിലപ്പം ഇന്ത്യക്ക് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പാർട്ടിന് വേണ്ടി മാത്രമായിട്ടോ അങ്ങനെ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, റൂൾസ് പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തെ, ടു ഡിസൈഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ തീരുമാനിക്കുന്നതും CBDT ആണ്. Next, if authorized by central government, the board may appoint income tax authorities below the rank of assistant commissioner or deputy commissioner. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അവരെ ഓതറൈസ് ചെയ്യുവാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ അവരെയാണ് ഈ ബോർഡ് ഡയറക്റ്റ്ലി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു ഇഷ്യൂ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു സബോർഡിനേറ്റ് ഫോർ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട്. അപ്പം ഈ സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യണം, ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കണം. ഈ ആക്ട് എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, to extend the period of application of refund, deduction or relief by an order. ഇപ്പം നമുക്ക് റീഫണ്ടും ഡിഡക്ഷനും ഒക്കെ നമുക്ക് റിലീഫൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അതിൻ്റെ ഡേറ്റ് പീരിയഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഇൻകം ടാക്സ് അതോറിറ്റി മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, സിക്സ്ത് വൺ പറയുന്നത്, ടു ഇഷ്യൂ ജനറൽ ഓർ സ്പെസിഫിക് ഓർഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ക്ലാസ് ഓഫ് പേഴ്സൺസ് സെറ്റിംഗ് ഫോർത്ത് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ്. ദീസ് directions shall be followed by the authorities in relation to assessment procedure and collection of tax. ഈ അസസ്മെന്റ് പ്രൊസീജിയറും അതിൻ്റെ കളക്ഷൻ ഓഫ് ടാക്സും അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതൊരു ക്ലാസ് ഓഫ് പേഴ്സൺസിനോ അല്ലെങ്കിൽ മൊത്തത്തായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, in case SSC has failed to comply with the requirements of provisions of set-off of losses or deduction under Section 80 regarding claim of deduction, the CBDT can relax such requirements provided. അപ്പം നമുക്ക് സെറ്റ് ഓഫ് ലോസസും ഡിഡക്ഷൻസും ഒക്കെ ചെയ്യുന്ന സമയത്ത് SSCക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർക്ക് റിലാക്സേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സിറ്റുവേഷനിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ, റീസൺ ഫോർ ഇഷ്യൂയിങ് സച്ച് ഓർഡർ ആർ ഗിവൺ ഇൻ റൈറ്റിംഗ്, റൈറ്റിംഗിൽ കൊടുക്കണം. നെക്സ്റ്റ്, ദ SSC has complied with such requirements before the completion of the assessment. അതേപോലെ തന്നെ അസസ്മെന്റ് മുന്നേ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു ഡിക്ലെയർ എനി അസോസിയേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് കമ്പനി. ഒരു കമ്പനി, ഒരു അസോസിയേഷൻ അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കമ്പനി എന്ന് ഡിക്ലെയർ ചെയ്യാൻ, ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി അതിനെ കമ്പനി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് CBDTക്ക് ഉണ്ട്. നെക്സ്റ്റ്, ടു പ്രിസ്ക്രൈബ് ദ പേഴ്സൺസ് ഹൂ ഷാൾ ഫയൽ TDS സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻകം ഇലക്ട്രോണിക്കലി. അപ്പം ആർക്കൊക്കെ നമുക്ക് TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അത് എങ്ങനെ ഫയൽ ചെയ്യണം, ഇലക്ട്രോണിക്കലി ആർക്കൊക്കെ ഫയൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് CBDT ആണ്. നെക്സ്റ്റ്, ടു ഓതറൈസ് എനി അതോറിറ്റി ടു ടേക്ക് സ്റ്റെപ്പ് റിഗാർഡിംഗ് സെർച്ച് ആൻഡ് സീഷർ. അതേപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് അടക്കാത്ത സമയത്ത് അതിന് സെർച്ച് ആൻഡ് സീസറും അതേപോലെ തന്നെ അഗ്രിഗേഷൻ്റെ ടൈമിലും അപ്പം അതിനൊക്കെയുള്ള ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും ഓതറൈസ് ചെയ്യുന്നതും ഒക്കെ CBDT ആണ്. CBDT cannot issue orders or directions of following nature. അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, ടു എൻക്വയർ എനി അതോറിറ്റി ടു മേക്ക് എ പെർട്ടിക്കുലർ assessment or
ടു ഡിസ്പോസ് ഓഫ് എ കേസ് ഇൻ എ പെർട്ടിക്കുലർ മാനർ. ഇപ്പോൾ ഒരു കേസ് ഡിസ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് അസസ്മെന്റ് നടത്തണമെന്ന് ഡയറക്ഷൻ കൊടുക്കാനോ CBDTക്ക് പറ്റില്ല. നെക്സ്റ്റ്, ടു ഇന്റർഫിയർ വിത്ത് ഡിസ്ക്രിഷൻ ഓഫ് എനി അപ്പലറ്റ് അതോറിറ്റി ഇൻ എക്സസൈസ് ഓഫ് ദർ അപ്പലറ്റ് ഫങ്ഷൻസ്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ ഫങ്ഷൻസിന്റെ ഇടയിൽ അവർക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യാനും അവർക്ക് റൈറ്റ് ഇല്ല, CBDTക്ക് റൈറ്റ് ഇല്ല. ഇനി നെക്സ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആൻഡ് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇത് ഒരാളുടെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം പവേഴ്സ് ചോദിക്കാം എക്സാമിന്. ഒരാളുടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പവേഴ്സ് ചോദിക്കാം. അപ്പോൾ പവേഴ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം നെക്സ്റ്റ് പറയുന്നത് ഡയറക്ടർ ജനറൽ ആൻഡ് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ അവരുടെ പവേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഒന്ന്, ടു ആക്ട് ആസ് അസസിംഗ് ഓഫീസർ, അസസിംഗ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ടു അപ്പോയിന്റ് അതോറിറ്റീസ് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ താഴെ വരുന്ന ആരൊക്കെയാണ് ആൾക്കാർ, അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഡയറക്ടർ ജനറൽ ആണ്. നെക്സ്റ്റ്, ടു ട്രാൻസ്ഫർ ദ കേസ് ഫ്രം വൺ സബോർഡിനേറ്റ് അതോറിറ്റി ടു അനദർ. ഇപ്പോൾ ഒരു കേസ് നമുക്ക് ഒരു സബോർഡിനേറ്റിന്റെ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വേറൊരു അതോറിറ്റിയിലേക്ക് മാറ്റാനും ഇവർക്ക് റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ഡയറക്ടർ ജനറൽ ഓർ ഡയറക്ടർ ക്യാൻ ആക്ട് ആസ് അസസിംഗ് ഓഫീസർ ഇൻ റെസ്പെക്ട് ഓഫ് കൺസീൽഡ് ഇൻകം ഓർ ഇൻകം ലൈക്ലി ടു ബി കൺസീൽഡ്. അപ്പോൾ ഇവർക്ക് കൺസീൽഡ് ഇൻകം വരുവാണെങ്കിൽ, സോഴ്സ് ഒന്നും കാണിക്കാത്ത ഒരു കൺസീൽഡ് ഇൻകമോ അല്ലെങ്കിൽ ഇൻകം ലൈക്ലി ടു ബി കൺസീൽഡ്, ഏതെങ്കിലും ഇൻകം കൺസീൽ ആവുന്നുണ്ട് എന്ന് നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ഡയറക്ടറിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് ഓഫീസറായിട്ട് അസസിംഗ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ടു ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് ടു ദ അസസിംഗ് ഓഫീസർ ഫോർ ഗൈഡൻസ്. അതുപോലെ ബാക്കിയുള്ള അസസിംഗ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ടു മേക്ക് എൻക്വയറി ആസ് അസസിംഗ് ഓഫീസർ. അസസിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും എൻക്വയറി നടത്തണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. മീൻസ് അവരുടെ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ റിട്ടേൺസിൽ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എൻക്വയറി നടത്താനും പറ്റും. ഇനി നെക്സ്റ്റ് വരുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഡയറക്ടർ അല്ലെങ്കിൽ കമ്മീഷണർ, അഡീഷണൽ ഡയറക്ടർ, അഡീഷണൽ കമ്മീഷണർ. ഇവരുടെ എല്ലാം ഒരേപോലത്തെ പവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതെന്താന്ന് നോക്കാം. The following are the important powers of director, commissioner or additional director or additional commissioner. ഒന്നാമത്തെ, ടു ആക്ട് ആസ് അസസിംഗ് ഓഫീസർ. നമ്മൾ നേരത്തെ ഡയറക്ടർ ജനറലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവർക്കും എന്ത് ചെയ്യാം, അസസിംഗ് ഓഫീസർ ആയിട്ട് ആക്ട് ചെയ്യാം. ടു ട്രാൻസ്ഫർ എ കേസ് ഫ്രം വൺ അസസിംഗ് ഓഫീസർ ടു അനദർ അസസിംഗ് ഓഫീസർ വിത്തിൻ ഹിസ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അവരുടെ ജൂറിസ്ഡിക്ഷന്റെ ഇടയിലുള്ള ഒരു അസസിംഗ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു കേസ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. To grant approval to the order of assessing officer asking an SSC to get in their accounts under section 142 subsection 2A. ഇപ്പോൾ ഒരു കമ്പനി അല്ലാത്ത ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് അവരുടെ അക്കൗണ്ട്സ് ചോദിക്കാൻ ഉള്ള ഒരു റൈറ്റ് ഉണ്ട് അസസിംഗ് ഓഫീസർ. അപ്പോൾ ആ ഒരു റൈറ്റ് അപ്രൂവ് ചെയ്യാനുള്ള അതോറിറ്റി ഡയറക്ടർ അല്ലെങ്കിൽ കമ്മീഷണർ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടറിനാണ്. നെക്സ്റ്റ്, ടു അലൗ റീ ഓപ്പണിംഗ് ഓഫ് അസസ്മെന്റ് ബിയോണ്ട് ദ പീരീഡ് ഓഫ് 4 years. അതേപോലെ തന്നെ ഒരു അസസ്മെന്റ് റീ ഓപ്പൺ ചെയ്യാം, 4 years കഴിഞ്ഞ ഒരു അസസ്മെന്റ് ആണെങ്കിൽ അതിനെ റീ ഓപ്പൺ ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടർ ആ ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ടു റിവൈസ് ദ ഓർഡർ ഓഫ് അസസിംഗ് ഓഫീസർ ഇഫ് ദീസ് ആർ പ്രജുഡീഷ്യൽ ടു ദ റവന്യൂ. അപ്പോൾ നെക്സ്റ്റ്, അത് പ്രജുഡീഷ്യൽ ആണെന്ന് തോന്നുവാണെങ്കിൽ ആ ഓർഡർ റിവൈസ് ചെയ്യാനുള്ള, ഒരു അസസിംഗ് ഓഫീസറിന്റെ ഓർഡർ റിവൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, ടു റിവൈസ് ദ ഓർഡർ ഓഫ് അസസിംഗ് ഓഫീസർ എക്സെപ്റ്റ് ദോസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 263 ആസ് പെർ അബവ്. ഇപ്പം 263 അതേപോലെ തന്നെ ഈ മേലെ പറഞ്ഞ കേസിലെല്ലാം ഓർഡേഴ്സ് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാനുള്ള റൈറ്റ്. നെക്സ്റ്റ്, ടു ഗ്രാൻഡ് അപ്രൂവൽ ടു ഫയൽ അപ്പീൽ അഗെയിൻസ്റ്റ് ഡിസിഷൻ ഓഫ് ദ കമ്മീഷണർ. ഇപ്പൊ കമ്മീഷണറിന്റെ ഡിസിഷനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്പീൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രാൻഡ് ചെയ്യാനുള്ള റൈറ്റും ഡയറക്ടർക്കാണ്. നെക്സ്റ്റ്, ജോയിന്റ് കമ്മീഷണർ. ജോയിന്റ് കമ്മീഷണറിന്റെ പവേഴ്സ്, ദ ഫോളോയിങ് ആർ ദ പവേഴ്സ് ഓഫ് ജോയിന്റ് കമ്മീഷണർ. ഒന്നാമത്തെ, ടു ആക്ട് ആസ് അസസിംഗ് ഓഫീസർ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ എല്ലാവർക്കും അസസിംഗ് ഓഫീസർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, എന്നുവെച്ചാൽ അവരുടെ സ്വന്തമായിട്ട് അസസിംഗ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, ടു ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ ടു ദ അസസിംഗ് ഓഫീസർ ടു റിവൈസ് ദ ഓർഡർ ഓഫ് ദ ഇൻകം ടാക്സ് ഓഫീസർ ഓൺ an ആപ്ലിക്കേഷൻ ഫ്രം ദ SSC. ഇപ്പോൾ SSC ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസറിന് ഓൾറെഡി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓർഡറിന്റെ മേലെ റിവിഷൻ വരുത്തണമെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ജോയിന്റ് കമ്മീഷണർ ആണ്. നെക്സ്റ്റ്, തേർഡ് പറയുന്നത് ടു ഗ്രാൻഡ് അപ്രൂവൽ
സ്ക്രൂട്ടനി അസസ്മെന്റ് ഓഫ് കേസസ്. ഇനി അസസ്മെന്റിന്റെ സ്ക്രൂട്ടനി നടത്തണമെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രൂട്ടനി നടത്തണമെങ്കിൽ അത് അപ്രൂവ് ചെയ്യാം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു സ്ക്രൂട്ടനിക്ക് ആപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യാനുള്ള റൈറ്റും ജോയിന്റ് കമ്മീഷണർക്കാണ്. ഇനി നെക്സ്റ്റ് അസസിംഗ് ഓഫീസർ. ശരിക്കും അസസിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഇൻകം ടാക്സ് ഓഫീസറിനെയാണ് നമ്മൾ അസസിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. പക്ഷെ ബാക്കി എല്ലാവർക്കും അസസിംഗ് ഓഫീസർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ അസസിംഗ് ഓഫീസറിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പവേഴ്സ് ഓഫ് അസസിംഗ് ഓഫീസർ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഇൻകം ടാക്സ് ഓഫീസർ. ഒന്നാമത്തെ പറയുന്നത് ദ അസസിംഗ് ഓഫീസർ, ഡെപ്യൂട്ടി കമ്മീഷണർ, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടർ ജനറൽ, Director or Deputy General or Assistant Director have the powers vested in a civil court under the Code of Civil Procedure 1908 while dealing with the following matters. അപ്പോൾ അവർക്ക് സിവിൽ കോർട്ടിൽ എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഒരു സിവിൽ കോർട്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്ന് പറയുന്നത് ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ, എന്തെങ്കിലും മെറ്റീരിയൽസ്, എന്തെങ്കിലും അസസിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ, ഇതൊക്കെ ചെയ്യാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് എൻഫോഴ്സിംഗ് ദ അറ്റൻഡൻസ് ഓഫ് എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു പേഴ്സണോട് വരാൻ പറയാൻ, അവരെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ, അവരെ അറ്റൻഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് കമ്പലിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെന്റ്സ്, അവരെടുത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറയാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് ഇഷ്യൂയിങ് കമ്മീഷൻസ്, അതേപോലെ എന്തെങ്കിലും കമ്മീഷൻ വെക്കാൻ, എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് കമ്മീഷൻ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. These powers can be exercised even if no proceeding with respect to such person are pending before him or any income tax authority. അപ്പോൾ അവിടെ മേലെ ഒരു പ്രൊസീഡിംഗ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഈ റൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഏത് സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി പറയുന്നത് ദ അസസിംഗ് ഓഫീസർ, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണർ, ഡയറക്ടർ ജനറൽ, ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ അസിസ്റ്റന്റ് ഡയറക്ടർ, ഇവർക്കൊക്കെ may impound and retain it in its custody for such period as he thinks fit, or any books or of accounts or other documents proceeded before it in any proceeding under the act. However, the assessing officer or assistant shall not. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വരുവാണെങ്കിൽ, അത് എത്ര സമയം വേണമെങ്കിലും, അവർക്ക് എത്ര പീരിയഡ് ആണ് തോന്നുന്നത് അത്രയും പീരീഡ് അവരുടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിനെ കസ്റ്റഡിയിൽ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസ് പറയുന്നുണ്ട് ഇംപൗണ്ട് എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ഡോക്യുമെന്റ്സ് വിത്തൗട്ട് റെക്കോർഡിംഗ് ഹിസ് റീസൺ ഫോർ ഡൂയിങ് സോ. ഇപ്പോൾ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കയ്യിൽ വെക്കണമെങ്കിൽ അതിന് എന്താണ് റീസൺ, എന്ത് പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ കയ്യിൽ വെക്കുന്നത് എന്നുള്ള റീസൺ നമ്മൾ കാണിക്കേണ്ടി വരും. Next, retain in his custody any such books of accounts for a period exceeding 15 days without obtaining the approval of the Chief Commissioner, Commission Director, General Director or Director. ഇപ്പോൾ 15 ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിന് അപ്രൂവൽ വാങ്ങിക്കണം ആരുടെ കയ്യിൽ നിന്ന്, ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ ഡയറക്ടർ ഓർ ഡയറക്ടർ, ഇവരുടെ ആരുടെയും അപ്രൂവൽ ഇല്ലാതെ നമുക്ക് 15 ദിവസത്തിൽ കൂടുതൽ, 15 ദിവസം വരെ ഓക്കെയാണ്, 15 ദിവസത്തിൽ കൂടുതൽ കയ്യിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് മെയിൻ ആയിട്ടുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസും അവരുടെ പവേഴ്സും ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് CBDTയുടെ പവേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, 10 പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ബാക്കിയുള്ള ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ കമ്മീഷണറിൻ്റെ, ചീഫ് കമ്മീഷണറിൻ്റെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ, കമ്മീഷണർ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ, അഡീഷണൽ കമ്മീഷണറിൻ്റെ പഠിച്ചു. പിന്നെ ജോയിന്റ് കമ്മീഷണറിൻ്റെ പഠിച്ചു. അതിനുശേഷം അസസിംഗ് ഓഫീസർ ആരൊക്കെയായിരുന്നു, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഇൻകം ടാക്സ് ഓഫീസർ. ഇത്രയും ആൾക്കാരുടെയാണ് നമ്മൾ പവേഴ്സ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അസസ്മെന്റ് പ്രൊസീജിയർ പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.